ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും മനോഹരമായൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ തക്കവണ്ണം നമ്മളെ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത ജാഗരണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുവാൻ എനിക്കധികം സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ചിന്തയുടെ ഭാഗം ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ അനുസരണം നമ്മുടേതാകുന്നു. അതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വേദഭാഗം റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ നമുക്ക് വായിക്കുന്നു: ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാർ ആയിത്തീരും. അതാവുന്നു നമുക്ക് ഒന്ന് ലഭിച്ചിരിക്കുന്ന ആപ്തവാക്യം. നാം മനസ്സിലാക്കുന്നത് അനുസരണത്തെ സംബന്ധിച്ചാണ്. നാം ദൈവമക്കൾ എന്ന നിലയിൽ ദൈവം ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുസരണമാണ്. അനുസരണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചതും കർത്താവ് യേശു ക്രിസ്തു ആവുന്നു. എങ്ങനെ യേശു ക്രിസ്തു തൻ്റെ പിതാവിനോട് സമ്പൂർണ്ണ അനുസരണത്തിൽ താണിരുന്നു വളർന്നു, ആ വളർച്ച, ആ അനുസരണം, ആ താഴ്മ, ആ എളിമ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നതും ആ രൂപാന്തരം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേടും അതുമൂലം ലോകത്തിലുണ്ടായതായ അനന്തര ഫലങ്ങളും, പാപവും വീഴ്ചയും രോഗങ്ങളും മരണവും ദൈവസ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയും, അങ്ങനെ മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ ആരംഭം ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ തുടങ്ങിയെങ്കിൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും വീഴ്ചകളും ഒക്കെയും ആ അനുസരണക്കേടിൻ്റെ ഫലമാകുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. തീർച്ചയായും ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവം നമ്മൾ ഉപദേശിക്കുകയും ചെയ്യുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ആ ദൈവത്തിൻ്റെ അനുസരണം എങ്ങനെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയും നമുക്ക് ഉപദേശിച്ചു തരികയും ചെയ്തു, ആ മാതൃക നാം പിൻപറ്റുകയും ചെയ്യണം എന്നാണ്. അപ്പോൾ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ ലോകത്തിൽ പാപം വരികയും ആ പാപത്തിൻ്റെ ഫലമായിട്ട് സകല മനുഷ്യരും പാപികളായി തീർന്നുവെങ്കിൽ മനുഷ്യൻ്റെ ആ പാപ അവസ്ഥയിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനും ആ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുമായിട്ട് കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണ അനുസരണത്തോടെ, പൂർണ്ണ വിനയത്തോടെ, പൂർണ്ണ താഴ്മയോടെ ദൈവത്തിൻ്റെ മകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ആദം തൻ്റെ അനുസരണക്കേടിനാൽ മനുഷ്യൻ്റെ മേൽ വരുത്തിയ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മനുഷ്യരെ വീണ്ടെടുക്കാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണ അനുസരണത്തിൻ്റെ ഭാവമായി, അനുസരണത്തിൻ്റെ ആരൂപമായി ഈ ഭൂമിയിൽ പാർത്തു ജീവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ആ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഉപദേശിച്ചു തന്ന സകല വചനങ്ങളും, നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകകളും, തൻ്റെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു അനുവർത്തിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുമ്പോഴാണ് നാം വചനം അടിസ്ഥാനമാക്കിക്കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. അപ്പം അതുകൊണ്ട് അനുസരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കർത്താവ് യേശു ക്രിസ്തു എന്ന് നമ്മളെ ഉപദേശിച്ചു, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തോട് മാത്രം അനുസരണമുള്ളവനായിരുന്നു എല്ലാ കാര്യങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ ചുറ്റുപാടുകളിലും. ആ അനുസരണത്തിൽ അല്പം പോലും പിഴവ് വരുത്താതെ പൂർണ്ണമായിട്ട് അത് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പൂർണ്ണ അനുസരണത്തിൻ്റെ ഒരു മാതൃക കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുവാനായി തീർന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ അനുസരണം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അനുസരണം തന്നെ ആയിരിക്കണം. കർത്താവ് എങ്ങനെ തൻ്റെ പിതാവിനെ അനുസരിച്ചുവോ അതുപോലെ ദൈവത്തിൻ്റെ മക്കളാവുന്നില്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മക്കളാവുന്ന നാം ഓരോരുത്തരും കർത്താവ് പിതാവിനെ അനുസരിച്ച പോലെ നാം കർത്താവിനെ അനുസരിക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ, ഒരു ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. അപ്പം അങ്ങനെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ മക്കളായി പൂർണ്ണ അനുസരണത്തിൽ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവിക നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് താഴ്മയോടും വിനയത്തോടും ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനും ആ അനുഗ്രഹത്തിൽ നമ്മൾ സന്തോഷമുള്ള ജീവിക്കാൻ നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അനുസരണം നമ്മുടെ അനുസരണമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോ ദിവസവും, ഓരോ പ്രഭാതവും നമ്മളെ അവിടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടയാളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി, ഒരു പ്രഭാതം കൂടി അവിടുത്തെ വചനം അടിയങ്ങൾ ചിന്തിപ്പാൻ
കർത്താവ് അടിയങ്ങളുടെ അനുസരണം എന്താകുന്നു, അടിയങ്ങൾ എങ്ങനെ അനുസരണമുള്ളവരായി ജീവിക്കുന്നു, അത് എത്രമാത്രം ജീവിതത്തിൽ അടിയങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നു എന്നടിയങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആദ്യ മനുഷ്യനായ ആദാമിനോട് അനുസരണക്കേടിനാൽ പാപം ലോകത്തിൽ കടന്നു വന്നുവെങ്കിൽ ആ പാപത്തിനങ്ങളെ രക്ഷിപ്പാനായിട്ട് കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണ അനുസരണമുള്ള പുത്രനായിട്ട് അടിയങ്ങൾക്ക് ഈ ഭൂമിയിൽ കടന്നു വന്ന് ഏറ്റവും മാതൃയുള്ള ജീവിതം കാണിച്ചു തന്നു. അത് അടിയങ്ങൾ അനുകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മക്കളായി കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങൾ കർത്താവ് സഹായിക്കുകയും അത് മുഖാന്തരം അടിയങ്ങൾക്ക് അവിടുന്ന് വാക്കും ചെയ്ത് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ കർത്താവിൻ്റെ സാക്ഷ്യമുള്ളവരായി അടിയങ്ങൾക്ക് ദേശം നിലനിൽക്കാൻ അടിയങ്ങൾ ഒരുക്കണം. ഈ പ്രഭാത ജാഗരണം സംബന്ധിച്ച ഇത് ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ വ്യക്തികളെ കുടുംബങ്ങളെ അവിടെ അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയോടെ സൂക്ഷിക്കണം. മാനവത കർത്താവ് അടിയങ്ങൾക്ക് ജീവനെത്തുന്ന യേശു നാം ചോദിക്കുമ്പോൾ ഇവിടെ നല്ല ദൈവമേ, ആമേൻ.